വരുന്ന വേറൊരു കാര്യമാണ്. ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ശ്രദ്ധിച്ചോളുക. ഇപ്പം നടക്കുന്ന സംഭവമാണ്, മാക്സ് ഷോറൂമിൽ എങ്ങാനും നിങ്ങൾ പോയി തുണി എടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പം മാക്സ് ഷോറൂം അവരുടെ സെൻട്രൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, അവരത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പം അവർ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുണ്ട് അവർ. അപ്പോൾ നോക്കണം, ഈ അടുത്ത് ഒരു മാസം മുമ്പ് വരെ വന്നതാണ്. ഹലോ നമസ്കാരം എന്ന് പറഞ്ഞ് ഇങ്ങനെ കോള് വരും. നിങ്ങൾ മജീദ് അല്ലേ? സർ, നിങ്ങൾ ഇന്നലെ കോഴിക്കോട് ഷോറൂമിൽ നിന്ന്. അപ്പോൾ ആദ്യം അവർ പറയും, ഞങ്ങൾ മുംബൈയിലെ നമ്മൾ മാക്സ് ഷോറൂമിൻ്റെ ഹെഡ് ഓഫീസിൽ വിളിക്കുകയാണ്, ഈ കോള് ഞങ്ങളുടെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഈ കോള് ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ എന്ന് പറയും. അവസാനം, സാർ നിങ്ങൾ ഇന്നലെ കോഴിക്കോട് മാക്സ് ഷോറൂമിൽ നിന്ന് ഡ്രസ്സ് എടുത്താൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, 13,500 ഡ്രസ്സ് നിങ്ങൾ എടുത്തില്ലേ? യെസ് സാർ, അതിനകത്ത് ഞാനൊന്ന് വെരിഫൈ ചെയ്തോട്ടെ, 4 പാൻറ്റും 2 ഷർട്ടും ഒരു ഇതും പിന്നെ ക്യാരി ബാഗ് വാങ്ങി നിങ്ങൾ അതിന് 10 രൂപ കൊടുത്തു, ചാരിറ്റിക്ക് നിങ്ങൾ 1 രൂപ കൊടുത്തു, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സാർ ഇനി ഒരു ഹാപ്പി ന്യൂസ് പറയട്ടെ? പറഞ്ഞോളൂ. അപ്പോൾ പറയും, ഞങ്ങൾ ഇയർലി ഞങ്ങൾ നടക്കുന്ന ഞങ്ങളുടെ ബമ്പർ നറുക്കെടുപ്പിനകത്ത് നിങ്ങൾക്കൊരു മാരുതി സ്വിഫ്റ്റ് കാർ നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും പറയുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമാനും ഇപ്പം IT ജോലി ചെയ്യുന്നവരാണ് പാനിക്കാവും. കാര്യം എന്താ? ഇന്നലെ മാക്സ് ഷോറൂമിൽ പോയി 13,500 തുണി എടുത്തു, കറുപ്പ് പാൻറ്റും വെള്ള പാൻറ്റും ഷർട്ടും എടുത്തു, ഒരു ട്രൗസർ എടുത്തു, കവർ വാങ്ങി, എല്ലാം ചെയ്തു, ബിൽ നമ്പർ കറക്റ്റ്, ഫോൺ നമ്പർ കറക്റ്റ്, എല്ലാം കറക്റ്റ്. പിന്നെ ആരെ സംശയിക്കണ്ടേ? പിന്നെ സംശയിക്കണ്ടേ? ഓക്കെ പറഞ്ഞു. അപ്പം പിന്നെ അടുത്തത്, സാർ ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എവിടെയാണ് സാർ ജോലി ചെയ്യുന്നത്? ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. സാർ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് നിങ്ങൾ നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫോൺ എടുത്തില്ല, ബുദ്ധിമുട്ടാവും. ഞങ്ങൾ നാളെ തന്നെ ഡെലിവറിയാണ്, ഇവിടുത്തെ കാർ ഡെലിവറിയാണ്. അപ്പോൾ പൂന ഹബിൽ നിന്നാണ് കാർ ഡെലിവറി ചെയ്യുന്നത് സാർ. ഓൺ റോഡാണ് കാർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സാർ നിങ്ങളെ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനോ ജ്യേഷ്ഠൻ്റെ നമ്പർ ഞങ്ങൾക്കൊന്ന് തരണം സാർ പ്ലീസ് സാർ. അപ്പോൾ അങ്ങനെ എൻ്റെ ഭാര്യയുടെ നമ്പർ തരാൻ ടീച്ചറാണെന്നുകൊണ്ട് ഭാര്യയുടെ നമ്പർ കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് വിളി വന്നു, പൂന ചെക്ക് പോസ്റ്റിലാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൾ. സാർ നിങ്ങളുടെ ഭർത്താവ് ടാക്സ് അടച്ചതായിട്ട് എന്തോ ഒരു പെൻഡിങ് കാണുന്നുണ്ട്, 92,700 രൂപ ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിങ്ങളുടെ ID അടിച്ചപ്പോൾ, നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അടിച്ചപ്പോൾ ഇവിടെ പെൻഡിങ് ആണ്. ആ ക്യാഷ് അടയ്ക്കാതെ ഇവിടുന്ന് വണ്ടി നിങ്ങളുടെ പേരിൽ അലോട്ട്മെൻറ്റ് നടക്കില്ല, അതുകൊണ്ട് ചെക്ക് പോസ്റ്റ് ആണെന്നൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. പുതിയ കാറിൻ്റെ, ചുമന്ന സ്വിഫ്റ്റ് കാറിൻ്റെ ഫോട്ടോയും അയച്ചു കൊടുത്തു. അതിൻ്റെ ഫ്രണ്ടിൽ മജീദ് എന്നുള്ള പേര്, ഡെലിവേർഡ് ടു മജീദ് എന്ന് പറഞ്ഞിട്ട് വലിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അയച്ചു കൊടുത്തു. അപ്പോഴത്തേക്കിനും ഭാര്യയും പാനിക്കായി. സാറേ 92,000 രൂപയല്ലേ, ഞാൻ ഇപ്പം അയച്ചു തരാം, 8 ലക്ഷം രൂപയുടെ കാറല്ലേ, അത് പറഞ്ഞു വയ്ക്കല്ലേ സാറേ, ഇപ്പം തന്നെ അടച്ചിട്ട് കാറും കിട്ടും കൊണ്ടുവരികയാണ് ടീച്ചർ ഭർത്താവിനെ ചോദിക്കുന്നത്, ഭർത്താവിനെ വിളിച്ചു, ഭർത്താവ് ഫോൺ എടുത്തില്ല. ടീച്ചർ നേരെ എന്ത് ചെയ്തു, അക്കൗണ്ടിലുള്ള 92,000 രൂപ അയച്ചു കൊടുത്തു. ആർക്ക്? ഈ ടീമിന് അയച്ചു കൊടുത്തു. എത്ര പൈസ അവിടെ കിട്ടി? രണ്ടാമത് 1 മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും കോള് വന്നു, ഞങ്ങൾക്ക് ഡീസൽ അടിക്കണം ഞങ്ങളെ ട്രക്കിന്, അത് 150 ലിറ്ററിൻ്റെ ടാങ്കാണ്. അപ്പോൾ മാഡം ഞങ്ങൾക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് തരണം, കമ്പനി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പൈസ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ തരാമെന്ന് പറഞ്ഞു. ആ പൈസയും ഈ പറയുന്ന ടീച്ചർ അയച്ചു കൊടുത്തു. അങ്ങനെ 15-20 മിനിറ്റ് കൊണ്ട് ഇവരുടെ പക്കലേക്ക് പോയ പൈസ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി വയ്ക്കാൻ മതി. 1,30,000 രൂപ 4 ഫോൺ കോളിൽ പോയി. 4 ഫോൺ കോളിൽ എവിടെയോ കിടക്കുന്ന ആന്ധ്ര സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് 4 കോള് വിളിച്ചപ്പോൾ 1,30,000 രൂപ അതേ പോയി. സ്വന്തം മക്കൾക്കോ ഏട്ടനോ അനിയനോ 1 ലക്ഷം രൂപ ഉണ്ട് പറഞ്ഞാൽ കൊടുക്കുമോ? കഷ്ടമാണ്. അപ്പോൾ അടുത്ത മാസം നോക്കാം, ഇങ്ങനെ പറഞ്ഞാൽ കിട്ടുമോ എന്നൊക്കെ പറയുന്ന ആളുകളാണ് പലരും. നോക്കണം, ഇതിന് എങ്ങനെയാ ഇത് കളക്ട് ചെയ്ത്, എങ്ങനെയാ ഓരോ ദിവസവും എങ്ങനെ നമ്മളെ തട്ടിപ്പ് നടത്താൻ പറ്റുമെന്ന് നോക്കി നടക്കുന്ന ആളുകൾ നമുക്ക് മുൻപിലും പിൻപിലും എല്ലാം ഉണ്ട്. ഇവര് ഈ പറയുന്ന മാക്സ് ഷോറൂമിൽ വന്നിട്ട് ഇവർ ഹിഡൻ ക്യാമറ വെച്ചിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്ന ആളുടെ അടുത്ത് വന്ന് ബില്ലിങ് ചെയ്യുന്ന സെക്ഷനിൽ വന്നിട്ട് നമ്മൾ അടുത്ത് ഇങ്ങനെ ഇവർ 1-2 തുണിയോ വല്ല ഇന്നർവെയർ ഒക്കെ വാങ്ങി ഇവരും ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ പറയും, നിങ്ങളെ കുറേ നേരം നിൽക്കുന്നത് പറയുമ്പോൾ ഇവർ പറയും, ഞങ്ങൾക്ക് തുണിയെടുക്കാൻ വേറെ ആൾക്കാരുണ്ട്, വൈഫുണ്ട് മോളിൽ എന്ന് പറയും. അപ്പോൾ അവരങ്ങനെ കാത്തു നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തൊക്കെ നോക്കും. ഓരോ പാൻറ്റ് എടുത്ത് വയ്ക്കും, കറുപ്പ് പാൻറ്റ് എടുത്തിട്ട് സ്കാൻ ചെയ്യും, വെള്ള പാൻറ്റ് എടുത്ത് സ്കാൻ ചെയ്യും, മാക്സി എടുത്ത് സ്കാൻ ചെയ്യും. ഇതെല്ലാം അവർ കാണുകയാണ്. ടോട്ടൽ ബില്ല് ക്യാമറയിൽ കാണുകയാണ്, സ്ക്രീനകത്ത് കാണുകയാണ്. 13,700 രൂപ ബിൽ നമ്പർ അതിനകത്ത് കാണുകയാണ്. മാഡം മൊബൈൽ നമ്പർ പറയാൻ പറയും, നമ്മൾ ഉറക്കെ പറഞ്ഞു കൊടുക്കും. 94979343 നമ്മൾ പറഞ്ഞു കൊടുക്കും. അതെല്ലാം ഈ ഹിഡൻ ക്യാമറ എല്ലാം കിട്ടുകയാണ്. അപ്പോൾ ഡേറ്റ് കിട്ടി, ബിൽ നമ്പർ കിട്ടി, ഫോൺ നമ്പർ കിട്ടി, പർച്ചേസ് ചെയ്ത തുണിയുടെ കളർ അടക്കം ഇവർക്ക് കിട്ടി, അവസാനം ടൈം വരെയും കിട്ടി. ഇത്രയും പറയുമ്പോൾ കാർ അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പാനിക്കാവൂലേ? ആകും. അപ്പോൾ ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം തട്ടിപ്പുകൾ സാധ്യത നമുക്കുണ്ട് എന്നുള്ള കാര്യം ഒരു കാരണവശാലും നമ്മൾ മറന്നു പോകരുത്. ഈ ക്യാഷ് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വളരെ റിസ്ക് ആണ്. കാരണം പിന്നെ അത് ഒരുപാട് യാത്ര, ഒരുപാട് പണിപ്പെടേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. പോലീസുകാരനെ കുടിക്കിട്ട് 2 പോലീസുകാർ 2 പോലീസുകാരെ പറ്റിച്ചു. അതല്ലല്ലോ രസം. ഈ മാക്സിന്റെ പേരും പറഞ്ഞു. തിരുവനന്തപുരത്തും തൃശ്ശൂരിലെ 2 പോലീസുകാർ കുടുങ്ങി.
ഒരാൾക്ക് 1.40 പോയി, ഒരാൾക്ക് 1.68 പോയി. ഒരാൾ ആദ്യം കാറിൻ്റെ പൈസ കൊടുത്തു, പെട്രോൾ ഡീസൽ അടിക്കാനുള്ള പൈസയും കൊടുത്തു, പിന്നെ ഫുഡിൻ്റെ പൈസയും കൊടുത്തു, പിന്നെ തിരിച്ചു വഴിക്ക് ടയർ പഞ്ചറായി, ടയർ മാറ്റണം എന്ന് പറഞ്ഞ് 14,000 അതും വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് മുൻപിലും പിൻപിലും ഇടത്തും വലത്തും എല്ലാം നമ്മളെ ചതിച്ചു പൈസ വാങ്ങാൻ നടക്കുന്ന ഒരു ടീമും, നമ്മൾക്ക് ഉൽപ്പന്നങ്ങൾ, നമ്മൾക്ക് സത്യസന്ധമല്ലാത്ത ഉൽപ്പന്നങ്ങൾ തന്ന് നമ്മളെ പറ്റിക്കാനുള്ള കുറേ ആൾക്കാർ വേറെയും, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരും, ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം വരുമ്പോൾ നമ്മൾ എന്തായാലും ഡ്രസ്സ് എടുക്കുമെന്ന ചിന്തയോട് കൂടിയിട്ട് നമ്മൾക്ക് ഓഫറുകളൊക്കെ പറഞ്ഞ് നോട്ടീസൊക്കെ പത്രത്തിനകത്തും വെച്ച് ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ ആളുകളെയും വെച്ച് പരസ്യം ചെയ്ത് നമ്മുടെ വീട്ടിൽ ഇരിക്കണ പൈസ പരസ്യത്തിൻ്റെ പേരിൽ പിടുങ്ങി കൊണ്ടുപോകാനുള്ള കുറേ ആൾക്കാർ അപ്പുറത്തും. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കും. നമ്മളെല്ലാം സമ്പത്ത് നമുക്കൊക്കെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭൂമി ജീവിക്കുമ്പോൾ പണ്ടത്തെ പോലെ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം പണ്ടത്തെ തലമുറയുടെ കഥകളൊന്നും ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറയുകയാണ്, ഞാൻ ചേമ്പല പിടിച്ച് സ്കൂളിൽ പോയിട്ടുണ്ട്, ഒരു കുട ഞാൻ 4 വർഷം ഒരു കുട നൂൽക്കമ്പി ഇട്ടിട്ട് വാപ്പ കൊണ്ടുപോയിട്ട് അങ്ങാടി കൊണ്ട് നന്നാക്കിയിട്ടുണ്ട്, എനിക്ക് അറിയുമെന്ന് ചോദിച്ചാൽ ഓന് വിശ്വസിക്കില്ല. കാര്യം എന്താ? നമ്മുടെ മഴക്കാലം വരുമ്പോൾ നമ്മുടെ കവലകളിൽ മുഴുവൻ കുട നന്നാക്കുന്ന ആൾക്കാരുണ്ടാവും. 3-4 പേര് ടൗണിലൊക്കെ ഉണ്ടാവും. വടകര ടൗണിലൊക്കെ പോയി നോക്കിയാൽ, കൊയിലാൻ ടൗണിലൊക്കെ ആ ബസ് സ്റ്റാൻഡ് അടുത്തൊക്കെ 10-20 കുട നന്നാക്കുന്ന ആൾക്കാർ മഴക്കാലത്ത് ഉണ്ടാവും. അത് മുമ്പായിട്ട്. കാര്യം എന്താ? നമ്മൾ ഉപ്പമാരും കാരണവന്മാരും ഒക്കെ കാലം കൊണ്ട് തൂക്കിയിട്ട് അതിന് കമ്പി ഒന്ന് പോയാൽ നൂൽക്കമ്പിയിട്ട് മുറുക്കാൻ വേണ്ടി കൊണ്ടുപോകും. പിന്നെ മറ്റു പല വല്യപ്പമാർ സ്വന്തമായിട്ട് മുറുക്കാൻ അറിവുള്ളവരൊക്കെയാണ്, അല്ലേ? ഇന്നത്തെ കാലത്ത് കുട്ടികൾ കാണുന്നുണ്ടോ? കുട നക്കുന്ന ആൾക്കാരെ കുട്ടികൾ കാണും? ഇല്ല. ചെരുപ്പ് കുത്തിയുടെ കാര്യം പറഞ്ഞാൽ കുട്ടികൾ കേൾക്കൂല. കാര്യം എന്താ? ഇന്ന് ചെരുപ്പ് കുത്തികളൊന്നും ഇല്ല ടൗണിൽ. അന്ന് നമ്മൾ തേഞ്ഞ് ചെരുപ്പുകളൊക്കെ ഇട്ട് രണ്ടാമത് തുന്നിക്കൂട്ടിയൊക്കെ ഇടുക. ഒരു വള്ളി ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നൂൽക്കമ്പിട്ട് കെട്ടിക്കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, അല്ലേ? തേഞ്ഞിട്ട് കൊണ്ട് പാള പോലെ ഓട്ട വരണം, അല്ലേ? കൊമ്പങ്കാട് പോയൊക്കെ കൊണ്ടു നടക്കുന്ന ചെരുപ്പാ നമ്മളൊക്കെ പണ്ടിട്ടത്. ഇപ്പെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന സംഭവം എന്താ? അവരിന്ന് വള്ളി പൊട്ടുമൊന്നും വേണ്ട, അവർക്ക് 2 മാസം ഇട്ടാൽ മതി, പഴയതായി. അതാ മൂലക്കുണ്ടാവും. പിന്നെ ഇനി ഇട്ടിട്ട് എത്ര രസമെല്ലാം തോന്നിയാലും മൂലക്കുണ്ടാവും. ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ടൊരു വണ്ടി വിളിച്ച് വന്നാൽ എൻ്റെ കാറിനകത്ത് നിങ്ങളെ കുട്ടികളുടെ തുണി, പാൻറ്, ഷർട്ട്, ബുക്ക്, പേന, അവരുടെ ചെരുപ്പ് എല്ലാം കൂടെ വാരിക്കൂട്ടി ഒരു കാറിൽ തികയില്ല. അത്രമാത്രം സാധനം ഉണ്ടാവും വീട്ടിൽ. പണ്ടങ്ങനെയാണോ? അല്ല. കഷ്ടപ്പാടുകൾ. ഇന്ന് ഈ മക്കളുള്ള ഈ വീടുകൾ ആരെങ്കിലും നിങ്ങളൊന്ന് അയൽ വീട്ടിൽ നിന്ന് കടം വാങ്ങാറുണ്ടോ? എന്ത് കടവാ? നിങ്ങൾ ഒരു ഗ്ലാസ് പഞ്ചസാര വാങ്ങാൻ പോവോ? ഇന്ന് പോവുമോ? ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളിൽ നിന്ന് അയൽവാസികൾ പോവില്ല. പണ്ട് നമ്മൾ അങ്ങനല്ലല്ലോ. 1/2 ഗ്ലാസ് പഞ്ചസാര, 2 പച്ചമുളക്, 3 തക്കാളി, അരി കൊണ്ട 2 ഗ്ലാസ് 3 ഗ്ലാസ് ഇക്കാക്ക് വന്നിട്ട് തരാം, നാളെ വാങ്ങുമ്പോൾ തരാം, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ അയൽപക്കത്ത് പോയിട്ട് നമ്മൾ പലതും വാങ്ങിയിട്ടുണ്ട്, അല്ലേ? അയൽപക്കക്കാരൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് സൈനബയും സൂറയും ഖദീജയൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാര്യം എന്താ? അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്, നമുക്ക് അവരെ ആവശ്യമുണ്ട്. അന്ന് മതിലുകളൊന്നും ഇല്ലായിരുന്നു, അന്ന് ഒറ്റ വീടൊക്കെ ആയിരുന്നു. അന്ന് എല്ലാവരും ഒരു വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ, അന്ന് ഒരു ഉറക്ക വിളി വിളിച്ചാൽ, കോളിംബിലൊക്കെ ഒരു വിളി വിളിച്ചാൽ പെട്ടെന്ന് വീടിന് മുറ്റത്തോട്ട് ഓടി വരും. ഇന്നൊരു വീട്ടിൽ പോയിട്ട് നിങ്ങൾ കോളിംബിൽ അടിച്ചാൽ 1/2 മണിക്കൂർ കാത്തു നിൽക്കണം. കാര്യം എന്താ? 5-10 മുറികളൊക്കെ ഉണ്ടാവും. അതൊക്കെ തുറന്ന് ടാഷയൊക്കെ എടുത്ത് കുറ്റിയൊക്കെ ഇട്ട് അതിനകത്ത് കൂടെ ഒക്കെ നോക്കി ഉറപ്പൊക്കെ വരുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക. ഇന്ന് പിന്നെ മതിലുകളൊക്കെ ഉണ്ട് വീടുകൾക്ക്. അപ്പം അതുകൊണ്ട് ഈ മതിലുകളെല്ലാം വന്നപ്പോൾ ബന്ധങ്ങളെല്ലാം മതിൽ കെട്ടി തിരിച്ചു. വീടെല്ലാം നോക്കുന്നത് CCTVകളാണ്. പക്ഷേ എത്ര മതിലുണ്ടെങ്കിലും എത്ര CCTV ഉണ്ടെങ്കിലും ആ വീട്ടിനകത്തുള്ള നമ്മുടെ മക്കൾ, ആ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഗേറ്റ് തുറന്നു പോകുന്ന നമ്മുടെ മക്കൾ പോകുന്ന കളിയിടങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സ്കൂൾ പരിസരങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ കഫ്റ്റീരിയകൾ, അവരുടെ മീറ്റിംഗ് റൂമുകൾ ഒന്നും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുരക്ഷിതത്വവും നമ്മുടെ മക്കൾക്ക് ഈ ആധുനിക നവമാധ്യമ കാലഘട്ടം നൽകപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എന്ന് നമ്മൾ ജീവിക്കണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പഴയ കാലത്തിന്റെ ഇല്ലായ്മയും ആ കാലത്ത് നമ്മൾ അനുഭവിച്ച സ്ട്രഗിളും ആ കാലത്ത് നമ്മൾ വിശ്വസിച്ച വിശ്വാസ സംഹിതയും ഒന്നും ഈ കാലഘട്ടത്തിലെ മക്കളോട് പറഞ്ഞാൽ അത്ര കണ്ട് അവരത് ഉൾക്കൊള്ളുമെന്നുള്ള വിശ്വാസവും നമുക്ക് വേണ്ട. കാരണം തലമുറകളുടെ ഓരോ വരവും നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. എന്നാൽ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണോ? ഒന്നുമല്ല. നല്ല വിവരമുള്ള, നല്ല ബോധമുള്ള, നല്ല അറിവുള്ളവരാ. പക്ഷേ ഒരു കാര്യം മാത്രം അവർക്കില്ല, തിരിച്ചറിവ് എന്നുള്ള സംഭവം അവർക്കില്ല. അവിടെയാ പ്രശ്നം. ഇത് മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാം അവർക്കുണ്ട്. നോക്ക്, അറിവുണ്ട്. 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേർന്നാൽ അത് H2O ആണ്, വാട്ടർ, വെള്ളം, അല്ലേ? അതൊരു അറിവാണ്. പക്ഷെ അതേ അറിവ് ഇവിടെ സംഘാടകർ കൊണ്ടുവച്ചിട്ടുണ്ട് കുപ്പിയിൽ. അത് തിരിച്ചറിവാണ്. നമ്മളെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വീട്ടിലെ ഉമ്മയോ പാപ്പയോ ഇല്ലാത്ത സമയത്ത് ഇരിക്കുമ്പോൾ ഒരു ബന്ധുമിത്രാദി വന്നാൽ ആ മൊബൈൽ ഫോൺ ഗെയിം കളിക്കുന്ന കുഞ്ഞ് മൊബൈൽ ഫോൺ മാറ്റി വെച്ച് അങ്കിളെ ആന്റി കയറിയിരിക്കും, ഉമ്മ താഴെ പോയത് എപ്പോൾ വരും കേട്ടോ
തുണി വാങ്ങാൻ ഒന്ന് പോയതാ, കയറിയിരിക്കുന്ന പറഞ്ഞ തിണ്ണയിൽ കയറ്റി ഇരുത്തി ഫാനിട്ട് നമ്മുടെ ബന്ധുവിന് ഓടിപ്പോയി അടുക്കളയിൽ പോയി ഉമ്മ കാച്ചി വെച്ച വെള്ളം ഒരു ഗ്ലാസ് നല്ല വൃത്തിയായിട്ട് കഴുകി 2 കൈ കൊണ്ടും പിടിച്ച് ആ ബന്ധു സഹജന് കൊടുക്കുന്ന ഒരു കൊടുക്കലുണ്ടല്ലോ, അതിന്റെ പേരാ തിരിച്ചറിവ്. പക്ഷെ ഇന്ന് പലപ്പോഴും മക്കള് അത് ചെയ്യുന്നില്ല. പല കുഞ്ഞുങ്ങളും, അത് കുഞ്ഞുങ്ങളുടെ കുറ്റം എന്ന് ഞാൻ പറയപ്പെടുന്നില്ല. കാര്യം അവര് ഈ പറയുന്ന ഇലക്ട്രോണിക്സുമായി ഇലക്ട്രോണിക് ഡിവൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വായ്പകൾ, അവരതിലേക്കാണ് അവരുടെ സ്വപ്നങ്ങളും യാത്രകളും ഉറക്കങ്ങളും അവരുടെ മെസ്സേജുകളും ഒക്കെ കണ്ടുപിടുത്തങ്ങളെല്ലാം അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പലരും, ഞാൻ പല വീട്ടിലൊക്കെ പോകുമ്പോൾ ഉപ്പയുണ്ടതൊക്കെ ചോദിക്കും, മുഖത്ത് പോലും നോക്കൂല ആരാ ചോദിക്കണേന്ന്. ആരേ ഉപ്പയോ? ഉപ്പ കഴിഞ്ഞു, അവിടെ സെക്കായി. കാര്യം എന്താ, ഇതിന് ശ്രദ്ധ മാറാൻ പറ്റണല്ലോ. ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ മക്കളെ എത്ര നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് തുണി അലക്കാൻ പറ്റും അല്ലേ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ കുഞ്ഞിന് നിങ്ങൾ ഹോർലിക്സോ ബൂസ്റ്റോ ബലൂണോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, പെറ്റ്സിനെ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, തട്ടിത്തെറിപ്പിക്കുമല്ല. അവന് ഈ മൊബൈൽ ഫോണൊന്നും നിങ്ങളൊന്ന് ഓണാക്കി കൈ കൊടുത്തു നോക്കിക്കേ, പിന്നെ അവൻ്റെ കരച്ചിൽ നിന്ന് മണിക്കൂർ കണക്കിനവൻ തോണ്ടി ഇങ്ങനെ ഇരിക്കും. ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ പിന്നെ അവനെ അവിടെ ഇരുത്തിപ്പോയാൽ ചിലപ്പോൾ ഒരു ദിവസം ഉള്ള അവനോട് ഇരിക്കും അവിടെ അല്ലേ? പിന്നെ പിടിച്ചു വാങ്ങാൻ പറ്റുമോ? പറ്റൂല. കാര്യം എന്താ, വാവിട്ടിട്ട് കരയും. കരഞ്ഞിട്ട് പഞ്ചായത്ത് മുഴുവൻ അവന് കീറി ഇതാക്കും അല്ലേ? പിന്നെ നമ്മൾ പിടിച്ചു വാങ്ങും. എന്നാ കരയേണ്ട കൊടുത്തോന്ന് പറഞ്ഞ ഉമ്മ വീണ്ടും കയ്യിലോട്ട് കൊടുക്കും. കാര്യം എന്താ, നമ്മൾ തന്നെ ആദ്യമായി മൊബൈൽ ഫോണിന്റെ സാധ്യതകളെ കുഞ്ഞിന് കാണിച്ചു കൊടുത്തു. നമ്മൾ വണ്ടിയിലും സദസ്സിലും കല്യാണപ്പെരയിലും ബന്ധുമിത്ര വീട്ടിൽ പോയിരുന്നാൽ ഒന്നും നമുക്ക് മുഖത്ത് നോക്കാൻ സമയമല്ല. അവിടെ എല്ലാം നമ്മൾ സാധനം എടുത്തിട്ട് കിള്ളുകയാണ്, തോണ്ടിക്കൊണ്ടിരിക്കാവോ. ആ ഉപ്പ തോണ്ടണ്, ഉമ്മ തോണ്ടണ്, ഏട്ടത്തി തോണ്ടണ്, അനിയൻ തോണ്ടണ്, സകലമായ ആൾക്കാരും തോണ്ടല. വൈകുന്നേരം ഭക്ഷണം കഴിക്കാനൊന്നുമല്ല, ഭക്ഷണം നോക്കാനോ മിണ്ടാനോ ഒന്നുമല്ല, അവിടെ ഡൈനിങ് ടേബിളിൽ തോണ്ടല. ഇത് തോണ്ടിയിട്ടാണ് ഓരോരുത്തരും അടിച്ചുവിടണേ. അപ്പൊ എല്ലാ സ്ഥലത്തും തോണ്ടല. പിന്നെ ചെറിയ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുട്ടലഴിയണ അവൻ നോക്കുമ്പോൾ എന്താ ഉപ്പ തോണ്ടണ്, ഓൻ്റെ മുഖത്ത് നോക്കണില്ല, ഉമ്മ തോണ്ടണ് മുഖത്ത് നോക്കണില്ല, അനിയൻ റൂമിനകത്ത് കയറി കഥ കടച്ച് ഓനും മിണ്ടറില്ല. എല്ലാവരുടെ കയ്യിലും ഈ സാധനം ആൻഡ്രോയിഡ്. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അവനും വേണത് ആവശ്യമുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എൻ്റെ കുഞ്ഞോക്ക് ഫോണില്ല, പറ്റില്ല സാറേ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണേ, ഞാൻ എന്താ കാട്ടുക, ഫോണില്ലെങ്കിൽ കുട്ടിക്ക് പിരാന്ത സാറേ, ആകെ ഇങ്ങോട്ട് വീട് കച്ചറ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര വയസ്സായി? 68. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ നിങ്ങളതൊന്ന് ഓഫാക്കിക്കളാ. അതെങ്ങനെ സാർ പറ്റുക, മൊലിയാരിമാരെ പ്രസംഗമൊക്കെ കേൾക്കണ്ടേ? പിന്നെ എന്താ പറഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ മറ്റേ ഈ എൻ്റെ പെൻഷനൊക്കെ വരുന്ന അതിലാണേ മെസ്സേജ് ഒക്കെ എടുക്കണ്ടേ? ഞാൻ പറയും, എൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് വരും. എൻ്റെ അമ്മയ്ക്ക് ആൻഡ്രോയിഡ് ഫോണൊന്നുമല്ല. എൻ്റെ അമ്മ അച്ഛന്മാരുടെ പ്രഭാഷണമൊക്കെ കേൾക്കും, TV വെക്കും, രാവിലെ ഒന്ന് കേൾക്കും. ആ ഫുൾ ടൈം അത് വെക്കൂല. കാര്യം എന്താ, ഫുൾ ടൈം പ്രസംഗം വെക്കൂല. ഫുൾ ടൈം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾ വീട്ടിലുണ്ട്. ഈ ജനറേഷൻ അത് എപ്പോഴും തേക്കൂല ഫുൾ ടൈം. അത് നിങ്ങൾക്ക് അവസരമൊക്കെ ഉണ്ട്. മൗലവിമാരെ പകൽ 24 മണിക്ക് വാട്സപ്പ് കേൾക്കുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. 5 നേരം നന്നായിട്ട് നിസ്കരിച്ചാൽ മതി. അസ്ര നിസ്കാരം ഉണ്ടോ? ഉണ്ട് സാറേ, അതൊക്കെ മതിയാറും. അപ്പോൾ നോക്കുമ്പോൾ അത് പറ്റൂല സാറേ, ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇതൊക്കെ വരുമെന്നൊക്കെ പറയും, കാണുകയൊക്കെ വേണ്ടേന്ന്. നിങ്ങൾ 68 വയസ്സിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ 8 വയസ്സിലെ കുട്ടിക്ക് കാണാൻ നിർബന്ധമാണ്. അതുകൊണ്ട് ഒരു തെറ്റുമില്ല അതിലാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്, നമുക്കിത് പറ്റും പക്ഷെ കുട്ടിക്ക് പറ്റൂല എന്ന്. ആ ധാരണ നിങ്ങൾ ഇന്നോടുകൂടി മാറ്റിക്കോ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിങ്ങളെക്കാളും ബുദ്ധിയാണ് ഈ കാര്യത്തിൽ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിങ്ങളെക്കാളും ബുദ്ധിയാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവനത് ഉപയോഗിക്കും. നിങ്ങളിത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവനോട് നിങ്ങൾ ഒരു ഉപദേശം വേണ്ട, ഒരു ഉപയോഗിക്കൂല. 2ാം ക്ലാസ്സിൽ പോകുന്ന നടന്നു പോയിട്ട് കടയിൽ പോയിട്ട് ഒരു മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ഇങ്ങോട്ട് കൊണ്ടാറുണ്ട് വാങ്ങിയിട്ട് അവനെ തോണ്ടുവോ? തോണ്ടൂല. ഉള്ളത് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് നിർത്താൻ പറ്റൂല. കാര്യം എന്താ, കഴിയില്ല. ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്, എനിക്കിതില്ലാത്തൊരു നിമിഷം പോലും പറ്റൂല. കാര്യം എന്താ, എൻ്റെ എല്ലാ ക്ലാസ്സുകളും ഞാൻ ഡിസൈൻ ചെയ്യുന്നതിനകത്താണ്. ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും വാട്സപ്പും ഫേസ്ബുക്കും മനോഹരമായി ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അതിനകത്തുനിന്ന് ഈ അടുത്തിടയ്ക്ക് ഞാൻ കസാക്കിസ്ഥാനിൽ എയിംപ്ലസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. എയിംപ്ലസ് കസാക്കിസ്ഥാനിൽ എയിംപ്ലസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടുത്തെ കുട്ടികളുടെ ഒരു കോൺവെക്കേഷൻ സെറിമണിയിൽ ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയി. കസാക്കിസ്ഥാൻ അംബാസിഡർ ആ വേദിയിലുണ്ട്. അവിടെ ആമി എന്ന് പറഞ്ഞൊരു കുട്ടി എന്നോടൊരു ചോദ്യം ചോദിച്ചു. ആമി എന്ന് പറഞ്ഞൊരു കുട്ടി. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി വസ്തു ഏതാന്ന് ചോദിച്ചു. ലഹരി വസ്തു ഏതാന്ന് ചോദിച്ചപ്പോൾ അതിന് 1-2 ഉദാഹരണം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു മൊബൈൽ ഫോൺ ആണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ കുട്ടി ഇങ്ങോട്ട് പറഞ്ഞ മറുപടിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി വസ്തു മൊബൈൽ ഫോൺ ആണോ സർ? അങ്ങനെയെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് മോണിറ്റേഷൻ എത്ര രൂപയാണ് നിങ്ങൾ സമ്പാദിക്കുന്നത്? ഞാൻ എൻ്റെ പ്രതിമാസം ഈ ഇതിലൂടെ എൻ്റെ വീഡിയോയ്ക്ക് കിട്ടുന്ന മോണിറ്റേഷൻ 1,92,000 രൂപ എവറി മന്ത് ഡോളറായിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതെൻ്റെ ഇൻകമാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോകളും ഞാൻ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമും ഞാൻ ചെയ്യുന്ന പരസ്യവും അതിലൂടെ കിട്ടുന്ന എൻ്റെ മോണിറ്റേഷൻ ഫണ്ടിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.
അപ്പൊ ചോദിച്ചു കുട്ടി അത് ലഹരി ആണെങ്കിൽ അതെങ്ങനെ വാക്ക് കൊടുക്കാൻ പറ്റുമോന്നോ? ലഹരി എന്ന വാക്ക് ശരിക്കും എന്താണ്? തെറ്റാണോ ലഹരി എന്ന വാക്ക്? അല്ലല്ലോ. നമ്മുടെ ചിന്തയാണ് ലഹരി എന്ന വാക്കിനെ തെറ്റിക്കുന്നത്. പാട്ടുപാടുന്ന ലഹരിയാണ്. ഒരു വീട് വൃത്തിയാക്കുക, ഒരാൾക്ക് കൂടുതൽ വീട് വൃത്തിയാക്കുന്ന ലഹരിയാണ്. ചിലർക്ക് വീട് ഒന്നും അടുക്കും ചിട്ടയൊന്നും ഉണ്ടാവില്ല. ചില സ്ത്രീകൾ നന്നായിട്ട് വീട് അടുക്കി വെക്കുകയൊക്കെ ചെയ്യും. തൂക്കുക, തുടക്കിയ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും. ഇങ്ങനെ പാത്രങ്ങളൊക്കെ അവരെപ്പോഴും ഭർത്താവിനോടും മക്കളോടൊക്കെ പറയാം, എടുത്ത സാധനം അവിടെ വെച്ചോടെ, ഇവിടെ വെച്ചോടെ എന്ന് പറയും. കാര്യം അവർ കുറച്ച് അടുക്കും ചിട്ടയും കൂടുതലുള്ളവരാണ്. അവർക്കത് ലഹരിയാണ്. അവർക്കത് അല്ലേ? എനിക്ക് വണ്ടി കഴുകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലഹരിയാണ്. അല്ല, ചിലവർക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ ലഹരിയാണ്. ചിലവർക്ക് ഇപ്പം നമ്മൾ നജീബ്ക്കൊക്കെ ഇപ്പം എഴുത്തുകാരൻ, അദ്ദേഹത്തിന് എഴുതുക എന്ന് പറഞ്ഞാൽ ലഹരിയാണ്. വായന എന്ന് പറഞ്ഞാൽ ചിലർക്ക് ലഹരിയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ചിലർക്ക് ലഹരിയാണ്. അപ്പൊ അതിനെ നമ്മൾ മോശത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ലഹരി എന്ന വാക്ക് എന്തിനോടാണോ ഒരു മനുഷ്യന് അമിതമായിട്ടുള്ള ആസക്തിയും അതിനോടുള്ള അടുപ്പവുമുള്ളത്, അതിനെ ലഹരി എന്ന് നമുക്ക് പറയാം അല്ലേ? അതിന് കുറച്ചും കൂടി ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. ഒരു വസ്തു, ഒരു പദാർത്ഥം, ചില സാഹചര്യങ്ങൾ, ഇതിനോട് മനുഷ്യന് തോന്നുന്നു അമിതമായിട്ട് അടിമപ്പെടൽ. ഒരു പദാർത്ഥം എന്താ ശരിക്കും? ഒരു പദാർത്ഥം എന്താ? ഒരു പദാർത്ഥം പോലും പറയാൻ പാടില്ല. ഒരു പദാർത്ഥങ്ങൾ എന്തൊക്കെയാ പദാർത്ഥങ്ങൾ? 1 രൂപയുടെ റോജാപ്പാക്കിൽ തുടങ്ങി മനുഷ്യനിർമ്മിതവും പ്രകൃതിത്വവുമായ 1500 പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന്റെ ഒരു വലിയ കാറ്റഗറിയെ നമുക്ക് ഇങ്ങനെ പറയാം, പദാർത്ഥങ്ങൾ. അതിനകത്ത് എന്താ പറയും, റോജാപ്പാക്ക് വരും, പാൻപരാഗ് വരും, ഹാൻസ് വരും, കൂള് വരും, നെറ്റോസ് വരും, ഈ പറയുന്ന വെറ്റിലപ്പാക്ക്, മുറുക്കാൻ, മൂക്കപ്പൊടി, ബീഡി, കഞ്ചാവ്, കള്ള്, ചരസ്, ഈ പറയുന്ന MDMA, പെത്തലിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ അടങ്ങുന്ന 1500 പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകൾ ഈ പദാർത്ഥങ്ങളിൽ വരും. അപ്പൊ ആ പദാർത്ഥത്തെ നമ്മൾ എടുത്തോണ്ട് മാറ്റി വെക്കാം, അവിടെ കിട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ 2 കൂടി ഉണ്ടല്ലോ. എന്താണ്? വസ്തുക്കൾ. ലഹരി വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾക്ക് ഏറ്റവും വലിയ ചില ഗെയിമുകൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ചില ഇലക്ട്രോണിക് ഡിവൈസുകൾ, അതേപോലെ മൊബൈൽ ഫോൺ ലഹരി വസ്തുവാണ്. നല്ലതും ചീത്തയ്ക്കും പറ്റുമോ ലഹരി എന്ന് ഉപയോഗിക്കാം. ലഹരി വസ്തു മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ചില സ്മാർട്ട് ഫോണുകൾ അല്ലേ, ചില ഹൺസോസിന്റെ സിസ്റ്റംസ് ഒക്കെ ലഹരി വസ്തുക്കളാണ്. അപ്പൊ പദാർത്ഥം, വസ്തുക്കള്. ഇനി സാഹചര്യം. ഉമ്മമാരൊക്കെ കേട്ടോളൂ, സാഹചര്യം. പല അമ്മമാരും പറയും, മക്കളായിട്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, സാറേ എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് സാറേ, 9ാം ക്ലാസ് വരെ കുട്ടി നല്ലോണം പഠിച്ച കുട്ടിയാണ്, 10ലൊരു കുഴപ്പമൊന്നുമില്ല സാറേ, 8 A+ ഒക്കെ കിട്ടി, നന്നായിട്ട് നിസ്കാരം പരിപാടിയൊക്കെ ഉള്ള എൻ്റെ കുട്ടിയാണ് സാറേ. 10ാം ക്ലാസ് കഴിഞ്ഞ് അവനെ സ്കൂൾ മാറ്റി, ആ സ്കൂളിൽ പോയിട്ട് +1 ആയിട്ട് ചേർന്ന്, അതോടുകൂടി എൻ്റെ കുട്ടി ആകെ ഡോയ്പി കൂട്ടിട്ട് അല്ലേ. സാഹചര്യം, സിറ്റുവേഷൻസ്. അപ്പോ അവൻ ആദ്യം നിന്നൊരു സാഹചര്യത്തിൽ നിന്ന് അവന്റെ പുതിയൊരു കൂട്ടുകെട്ടിലേക്ക് പോയപ്പോൾ ആ കൂട്ടുകെട്ടിന്റെ ചില തഴക്ക ദോഷങ്ങളെ നല്ല മനുഷ്യൻ, നല്ല മകൻ എന്ന് വിശേഷിക്കപ്പെട്ട നിങ്ങളുടെ മകൻ ആ തഴകിയ ദോഷങ്ങളെ സ്വീകരിച്ചു. പിന്നെ നമുക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, നമ്മുടെ മക്കൾ ഒരു തെറ്റും ചെയ്യൂല എന്നാണ് നമ്മുടെ എപ്പോഴും ധാരണ. പൊളിറ്റീഷ്യനിൽ വരുന്ന പല മാതാപിതാക്കളും പറയുന്ന, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല സാറേ, കൂട്ടിട്ട് ഓന് ചതിച്ചതാണ് സാറേ, പച്ചക്ക് ജയിച്ചതാ, എൻ്റെ കുട്ടിയെ ചെയ്യൂല. അവന്റെ കൂട്ടുകാരന്റെ ഉമ്മ അവിടെയും പറയും, സാറേ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല, ഓനെ ചതിച്ചതാ, എൻ്റെ കുട്ടി നല്ല കുട്ടിയാ സാറേ, എൻ്റെ കുട്ടി. അപ്പൊ എല്ലാ ഉമ്മമാർക്കും നിങ്ങളെ മക്കളാ നല്ല കുട്ടികൾ അല്ലേ. മക്കളെല്ലാം നിങ്ങളോട് പറയുന്നു പറഞ്ഞ ഞങ്ങൾ ഇരിക്കണത്, വള്ളി പുള്ളി വിടാതെ മകളെല്ലാം ഒന്ന് നിങ്ങളോട് പറയുമോ? വിശ്വസിക്കണ്ട, അവൻ പറയേണ്ടതേ പറയുള്ളൂ. നിങ്ങളൊരു മകൻ വന്നിട്ട് നിങ്ങൾ പറയോ, ഉമ്മ ഞാനൊന്ന് കുറച്ച് ആൻസ് വെച്ച് നോക്കി ഉമ്മാ, തലയൊക്കെ ഉണ്ട് മിന്നി, കയ്യും കാലൊക്കെ വറച്ച്, ഉമ്മാ പറയണ്ട. പറയോ? പറയില്ല. ഒരു ഉപ്പയോട് വന്നിട്ട് മോൻ പറയോ, ഉപ്പ ഞാൻ ഒരു സിഗരറ്റ് ഇങ്ങനെ വലിച്ചിട്ടേ മൂക്കുകൂടെ കണ്ട് ഊതി, എന്നിട്ട് പുകയൊക്കെ എടുത്തു, തുമ്മിട്ടോ ഉപ്പാ, പറയോ? പറയില്ല. കാര്യം എന്താ? അവനറിയാം ഈ ലഹരി എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് കൂട്ടുകെട്ടിൽ ഉപയോഗിച്ച സാധനം വീട്ടിൽ പറയാൻ പറ്റൂല. കാര്യം എന്താ? ഉപ്പയും തകർന്നു പോകും. പറയില്ല. അപ്പൊ അത് പറയുന്ന പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? ചില മോനൊക്കെ പറയും, എൻ്റെ കുട്ടി സാറേ സ്കൂളിൽ പോയി വരുന്ന വരെയും വള്ളി പുള്ളി വിടാതെ പോയ കാര്യവും ചങ്ങായി നോക്കിയ കാര്യവും ചിരിച്ച കാര്യവും കണ്ണടച്ച കാര്യവും തോണ്ടിയ കാര്യവും ഒക്കെ എന്നോട് പറയും എൻ്റെ കുട്ടി. അപ്പോ പക്ഷെ ഒന്നും നിങ്ങളോട് പറയുന്നില്ല, ചിലതെല്ലാം നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ അവളെല്ലാം പറയുന്നുണ്ട്, അവനെല്ലാം പറയുന്നുണ്ട്. ആരോടാ? അവന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്. അവളെ കൂട്ടുകാരോട് പറയുന്നുണ്ടല്ല. നിങ്ങൾ മക്കള് നമുക്ക് ചങ്കൊക്കെയാ, പക്ഷേ മക്കൾ നിങ്ങൾക്ക് ബ്രോ അല്ല. അത് കാണണമെങ്കിൽ ഓരോ കൂട്ടുകെട്ട് കിടക്കണ ഈ ഹൈസ്കൂൾ +1 +2 കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കും, കുട്ടികളെ കാണാൻ നിങ്ങൾക്ക്. ആ സ്കൂൾ വിടുന്ന സമയത്ത് ലൈമൊക്കെ കുടിക്കാൻ പുറത്തു പോകും. ഒരു ലൈമ് വാങ്ങി 3 അണക്ക് കൂടി കുടിക്കും. നിങ്ങൾ ടൗണിൽ പോയിട്ട് ലൈമ് വാങ്ങിയിട്ട് ഉമ്മാന്റെ കുട്ടി കുടിച്ചു പറഞ്ഞ് കൊടുത്തു വയ്ക്കാം. ഉമ്മ ഒന്ന് പെട്ടെന്ന് കുടിക്കും, മയ്ക്ക് വേണ്ട അറിയും അല്ലേ. കുടിച്ചടാ അറിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അറിഞ്ഞല്ലേ അറിയും അല്ലേ. പക്ഷെ അവരെ കൂട്ടുകാർ കുടിക്കണ കണ്ടിട്ടുണ്ടോ? കുറച്ച് അവൻ കുടിക്കും, മറ്റോ പിടിച്ചു വാങ്ങും, അവൻ മറ്റോ വന്നിട്ട് പിടിച്ചു വാങ്ങും, കുടിച്ചിട്ട് വീണ്ടും കുറച്ചവൻ പിടിച്ചു വാങ്ങി കുടിക്കും. എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ ആ ലാസ്റ്റ് തുള്ളി ഓനിങ്ങനെ ആക്കും. എന്നിട്ട് മറ്റോൻ ആ ഗ്ലാസ് വാങ്ങിയിട്ട് ഇങ്ങനെ കൊടയും അവൻ്റെ മുഖത്ത്. എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ ആക്കി 3 ആളും തോള് കൈയിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോകും. കഥയും പറഞ്ഞു.
കാര്യം അവർ ചങ്ക് ബ്രോകളാണ്, കിടു എന്നൊക്കെ കേട്ടിട്ടില്ല, അതാണ് അവർ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരെ നിങ്ങൾ കുറ്റം പറയാൻ നിൽക്കണ്ട. നിങ്ങളുടെ മക്കളെ കൂട്ടുകാരെ നിങ്ങൾ കുറ്റം പറയാ, അധിക്ഷേപിക്കുക, വീട്ടിൽ കയറ്റാതിരുന്ന ലോകത്തെ ഏറ്റവും വലിയ പൊട്ടന്മാർ നിങ്ങളാണ്, ഒരു സംശയമില്ല. കാര്യം എന്താ അറിയോ, ഈ സകലമാന കുട്ടികളും പറയണത് ഉമ്മയപ്പയുടെ കുറ്റാ പറയണത്. ഞാൻ എൻ്റെ ഉപ്പനോട് മിണ്ടാൻ പോകാറില്ല സാറേ, ഭയങ്കര സീന സാറേ. ബാപ്പ വീട്ടില്, ബാപ്പ പുറത്ത് ഭയങ്കര വർത്താന സാറേ, സത്യം വെറുപ്പിക്കല ബാപ്പേ, ഭയങ്കര വെറുപ്പിക്കല, ഭയങ്കര സീന. എങ്ങനെയൊക്കെയാ ഒരു +1 കാരൻ പറയണേ. ഒരുത്തൻ പറഞ്ഞ സാറേ എന്റെ വീട്ടിക്ക് ചെല്ലാൻ പറ്റൂല, ഉമ്മനെ തൊള്ള പൂട്ടൂല സാറേ, ഉമ്മ കരപരാറിന് സ്വൈര്യം തരൂല വീട്ടിക്ക് പോകാറ്, ഞാൻ പോകൂല, ഞാൻ മരിക്കും, ഞാൻ പോയിട്ട്. ഇങ്ങനെയൊക്കെയാ ചില വീട്ടിൽ പറയണേ. എനിക്കൊരു സമാധാനം കിട്ടണം സാറേ, ഞാൻ വണ്ടി എടുത്ത് ബീച്ചിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോകുമ്പോഴാ ഉമ്മ ചെന്നലാണ്ട് തുറങ്ങും, ഉമ്മ തൊള്ള കൂട്ടില്ല, ഉമ്മ പഠിച്ചാൽ തന്നെ പറ്റൂല, ഉമ്മ തൊട്ടൊക്കെ കുറ്റാണ് സാറേ. ഇങ്ങനെ ചില കുട്ടികൾ. കാര്യം എന്താ എന്നാ മക്കളൊക്കെ കേട്ടോണം, ഈ ഉമ്മയും ഉപ്പയും പറയുന്നതൊക്കെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല, മക്കൾക്ക് വേണ്ടി മാത്രം പറയും, ഈ പ്രായത്തിൽ മനസ്സിലാവൂല. കാര്യം നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടാനും നിങ്ങളെ ഉപദേശിക്കാനും ഈ മഹാപ്രപഞ്ചത്തിൽ 2 ശരീരങ്ങളെ ജീവിച്ചിരിപ്പുള്ളൂ, ഒന്ന് ഉമ്മയും ഉപ്പയാണ്. പക്ഷെ നിങ്ങൾക്കാണെങ്കിലോ ഒരു അടിമയും അതിൻ്റെ ഉടമയെ ഇഷ്ടപ്പെട്ടതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. ഇതൊരു മൈൻഡ് റൂളിങ് സൈക്കോളജിയാണ്. ഒരു അടിമയും അതിൻ്റെ ഉടമയെ ഇഷ്ടപ്പെട്ടതായിട്ട് ചരിത്രങ്ങളിൽ ഒന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. കാര്യം എന്താ, അത് ഉടമയായി കണ്ടു, ഇവിടെ അടിമയായി കണ്ടു. അപ്പം ഈ ഉടമ മനോഭാവം മാറി അടിമയാണെന്നുള്ള മനോഭാവത്തിൽ ഉടമ മനോഭാവം മാറ്റുന്നിടത്താണ്, അവിടെയാണ് ഒരു ശിശു സൗഹൃദം നിലനിൽക്കണം. അത് ഈ ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അപ്പൊ അതാ പറഞ്ഞ, പണ്ട് കാലത്ത് നിന്നുകൊണ്ട് നമ്മൾ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് കാര്യമില്ല. എൻ്റെ ബാപ്പയൊക്കെ ചാടിയിട്ട് തെങ്ങുമട്ടൽ പിടിച്ചിട്ട് വലിച്ചണ്ട് നിലത്ത് കിട്ടിട്ട് ചവിറ്റാണ്ട് കീറിയിട്ട് കുളത്ത് ചാടിന് ചന്തിക്കടിച്ചതിന്റെ പാട് ഇപ്പോഴും ഉണ്ട്. അറിയും മക്കളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാര്യം എന്താ, ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ അങ്ങനെയാ. അവനെ വീട്ടിൽ നിന്ന് നിങ്ങൾ നേരെ ഒരുക്കി പൗഡർ ഇട്ട് ഉമ്പയും കൊടുത്ത് നേരെ വണ്ടിക്ക് കയറ്റി വെക്കും, പാവക്കുട്ടിനെ പോലെ. വണ്ടി സ്കൂളിന്റെ കോമ്പൗണ്ട് കണ്ട് കയറ്റും, ഇതും ഗേറ്റാണ്ട് അടച്ചു. പിന്നെ അവിടെ ടീച്ചർമാർ ഇംഗ്ലീഷും അതൊക്കെ പഠിപ്പിച്ച് ഫുഡും എല്ലാം കൊടുത്ത് വൈകുന്നേരം സ്കൂളിന് മുറ്റത്ത് വരും അല്ലേ. അപ്പോൾ വരുമ്പോൾ ചിരിച്ചോണ്ട് നിങ്ങൾ പോയിട്ട് കെട്ടിപ്പിടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവെക്കും. അപ്പോൾ പണ്ടത്തെ നമ്മളൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ലേ. നടന്നു പോയത്, കുളത്തിച്ചാടിയത്, പൂച്ചെടി ചെയ്യുന്നത്, മാവിലെറിഞ്ഞത്, പട്ടിക്ക് പുറകെ കൂടിയത്, മേത്ത് ചെളിയായത്, ബട്ടൺസ് പൊട്ടിയത്, വേന കളഞ്ഞിട്ട് വന്നത്, മഴ നനഞ്ഞത്, പുസ്തകം നനഞ്ഞ് വന്നത്, ചരിത്രം ഇങ്ങനെ ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അത് ഈ കാലഘട്ടത്തിലെ കുട്ടികളെടുത്ത് പറഞ്ഞാൽ അത് വില പോകില്ല. കാരണം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ അവരായി കാണുന്നിടത്താണ് നമ്മുടെ വിജയം കൊടികൊള്ളുക അല്ലേ. അവരായി കാണണം. അവിടെ ഈ നമുക്ക് ചിലപ്പോൾ പലർക്കും 2 തരം സ്വഭാവങ്ങളുണ്ട്. നമ്മൾ ഈ പേരൻസിനുള്ള വലിയ പ്രശ്നം എന്ന് വെച്ചാൽ 2 തരം സ്വഭാവങ്ങളുണ്ട്. ചില ബാപ്പമാർ പ്രായമാകുമ്പോൾ മാൻകുട്ടിയുടെ സ്വഭാവവും ശാന്തത ഉണ്ടാവും. ചില ബാപ്പമാർ പുലിയുടെ സ്വഭാവവും പുലിയുടെ. ഇത് 2 മനുഷ്യന്മാരാ കേട്ടോ. ചിലർക്ക് അറിയാതെ പുലിയിലേക്ക് മാറും, ഈ സിംഹത്തിന്റെ സ്വഭാവം വരും. അവരെപ്പോഴും മുരടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞാണ്ട്. അവർ തൊട്ടനും പിടിച്ചനൊക്കെ കുറ്റമായിരിക്കും കുട്ടികളെ. അത് തൊടലൊക്കെ വെച്ചാൽ എന്താ പൈസ ചടക്കണ്, ഓനടക്കണ്, പൈസ സ്വിച്ച് ഓഫ് ആക്കിക്കോ, ഫാൻ ഇടണ്ട, എന്താണ് ഫാനില്ല കിടന്നാല് അല്ലേ, നിലത്തെടുത്ത് കളഞ്ഞത്, ആ ഷർട്ടിന്റെ ബട്ടൺസ് അവിടെ അതവിടെ എന്താ പഠിച്ചാല് അന്നെ പോലെ ലോന് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുലിയെ പോലെ പറഞ്ഞു കൊടുക്കും ചില ഉപ്പമാര്. അങ്ങനെ അതുകൊണ്ട് ഈ പുലിയെ പോലുള്ള ഉപ്പമാരൊക്കെ വീട്ടിൽ വരുമ്പോൾ മക്കൾക്ക് പേടിയാ. മക്കൾ ചിന്നിച്ചതറി ഓടും കളിസ്ഥലത്തു നിന്നൊക്കെ. ഓടിപ്പോയി മേലൊക്കെ കഴുകിയിട്ട് ഡൈനിങ് ടേബിളിനടുത്ത് പുസ്തകം വെച്ചിട്ട് വായിക്കും. കാര്യം എന്താ, ബാപ്പാൻ്റെ അടുത്ത് പ്രൈസ് കിട്ടും, വായിച്ചോണ്ടിരിക്കും. ചില ബാപ്പമാര് വരുമ്പോ മക്കള് കളിസ്ഥലത്ത് നിന്ന് കളി നിർത്തിയിട്ടൊക്കെ ഓടിപ്പോണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ ബാപ്പ വന്നേന്ന് പറയും. പിന്നെ അവന് കളിയും വേണ്ട, ഒന്നും വേണ്ട. ബാപ്പനെ കെട്ടിപ്പിടിച്ച് കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചു വാങ്ങി വീട്ടിൽ വരുമ്പോൾ ഉമ്മ പറയും ഇങ്ങോട്ട് കയറിക്കോട്ടെ, എൻ്റെ ബാപ്പയാണ് അറിയും. അപ്പോൾ ഏട്ടനുണ്ടോ അനിയത്തി ഉണ്ടാവും, ബാപ്പനെ കൊണ്ട് കയറ്റാൻ സംഭവിക്കും. 5ാം ക്ലാസ്സുകാരെ അവിടെ നിൽക്കും, 4ാം ക്ലാസ്സുകാരെ ഇവിടെ നിൽക്കും. എന്നിട്ട് കൈമ പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വീട്ടിൽ കയറ്റി ആടെ ബെഞ്ചിലിരിക്കുമ്പോഴത്തേന് ഉപ്പയുടെ പോക്കറ്റ് കൈയോട് മീശ പിടിച്ച് തിരിക്കും, അതിനകത്ത് ചെവിയിൽ വിരലിടും, ആ മുടി അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും, ബട്ടൺസ് ഒരാൾ അഴിക്കും. അപ്പൊ ഉമ്മ വരും, ഓ ഉപ്പയൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ, ഇപ്പൊ വൈകി വരികയാണ് എന്ന് പറയും. അപ്പൊ ഉപ്പ പറയും എടി ഓരോ കളിച്ചോട്ടെടി കുട്ടികളല്ലേ അല്ലേ. അത് മാൻകുട്ടിയെ പോലെ ഒരു ഉപ്പയാണ്. ആ ഉപ്പയെടുത്ത് സങ്കടങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ പറയും. ആദ്യം പറഞ്ഞ ഈ സിംഹത്തിന് സ്വഭാവമുള്ള ബാപ്പയുടെ അടുത്ത് കുട്ടികളൊന്നും പറയില്ല. കാര്യം എന്താ, എന്ത് പറഞ്ഞാലും അടിയിട്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് മാക്സിമം അത് ഒളിപ്പിച്ചു വെക്കും, കള്ളം കാണിക്കാൻ ശ്രമിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2 കാറ്റഗറിയിൽ നമ്മൾ എവിടെ നിൽക്കണം നമ്മളാ തീരുമാനിക്കുന്നത്. പക്ഷേ വേറെ കാര്യം കൂടെ ഉണ്ട്. നമ്മളുടെ വരവും നമ്മുടെ ശീലങ്ങളും നമ്മളെ ഒരുക്കിയതും നമ്മളെത്തിയതും നമ്മൾ അനുഭവിച്ചതും നമ്മുടെ വിശ്വാസ സംഹിതയും നമ്മുടെ പൂർവികർ നമ്മളെ കാണിച്ചു തന്ന ദിശാബോധമാണ് നമ്മുടെ വിശ്വാസ സംഹിതയാണ്.
അപ്പൊ അതിന്റെ ചട്ടക്കൂടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അത് എപ്പോഴും നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പറയാനും അനുസരിപ്പിക്കാനും ബാധ്യസ്ഥരാണ്. അത് വേണം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇത്രമാത്രം കഴിവ് നമുക്കുണ്ടായിട്ടും 100-ൽ 65% പേരൻസും പരാജയപ്പെട്ടു പോവാണ്. അവിടെയാണ് അത്ഭുതം. നോക്കണം, ഇത്രമാത്രം നമുക്ക് നമ്മുടെ പൂർവികർ പഠിപ്പിച്ചു തന്ന ജീവിതാനുഭവം, നമ്മുടെ വിശ്വാസ സംഹിത, പ്രാർത്ഥന നിരതമായ നമ്മുടെയൊക്കെ മതബോധന വിശ്വാസം എല്ലാം ഉണ്ടായിട്ടും ആധുനിക സൗകര്യങ്ങളെല്ലാം ഇന്ന് വന്നിട്ടും സ്കൂൾ കോളേജുകൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, വാഹനങ്ങൾ, യന്ത്രസാമഗ്രികൾ, പഠനോപകരണങ്ങൾ, വീടിനകത്തുള്ള എല്ലാ വൈദ്യുതികളും അതെല്ലാം വന്നിട്ടും നമ്മൾ ഇന്നത്തെ കാലത്ത് 100% കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ 60 to 62% കുട്ടികൾ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഔട്ട്പുട്ട് നൽകുന്നില്ല. അവിടെ പ്രശ്നം. മാതാപിതാക്കൾക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ. എൻ്റെ മകൻ എല്ലാത്തിനും ഒന്നാമനാകണം, ഫസ്റ്റ് കിട്ടണം, SSC A+ വാങ്ങണം, +2 1900 മാർക്ക് വാങ്ങണം, നീറ്റ് എക്സാം എഴുതണം, അവന് റാങ്ക് ലിസ്റ്റ് വരണം, അവന് ഡോക്ടർ ആകണം, അവന് PG എടുക്കണം, അവന് ഹയർ എടുക്കണം, അവൻ കല്യാണം കഴിക്കണം, അവൻ അതേപോലെ ഒരു പെൺകുട്ടിയെ കെട്ടണം, ആ പെൺകുട്ടി ഡോക്ടർ ആകണം. ഞാൻ സന്തോഷമായി, അല്ലേ? സന്തോഷമായി. ഏതെങ്കിലും ഒരു അച്ഛൻ ആഗ്രഹിക്കും എൻ്റെ കുട്ടി 10ാം ക്ലാസ്സിൽ മാർക്കിൽ തോറ്റു പോകണം, എന്നിട്ട് +2 പോകണം, അഡ്മിഷൻ കിട്ടിയിട്ട് ദൂരെ സ്കൂളിൽ പോയി പഠിക്കുന്നു, അവിടെ നിന്ന് അവസാനം കച്ചറ ഉണ്ടാക്കണു, അടി ഉണ്ടാക്കണു, എന്നിട്ട് അവസാനം ലഹരി എന്തോ ഉപയോഗിച്ചെന്ന് അറിയുന്നു, ഉമ്മ തുണികളൊക്കെ എടുത്ത് പോക്കറ്റിൽ നിന്ന് ഇത് കിട്ടി, എൻ്റെ സിഗരറ്റ് കിട്ടി. ആ ഉപ്പ സന്തോഷിക്കുവോ? തകർന്നു പോകൂലേ? ആ ഉമ്മ തകർന്നു പോകൂലേ? അല്ലേ? ഉമ്മ തകർന്നു പോകും. മക്കളൊക്കെ ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, നിങ്ങൾക്ക് ഉപ്പമാരെ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് കൊന്നുകളയാൻ പറ്റും. നിങ്ങൾ ഉമ്മമാർക്ക് നേരെ ആക്രമിക്കുവോ? ഈ അഫാനും ഇവരൊക്കെ ചെയ്തോ നിങ്ങൾ ചെയ്യുവോ? 6 വെട്ട് വെട്ടിയിട്ട് ഒരു ഉമ്മനെ ഒരു മാവൻ കൊന്നു കളഞ്ഞു താമരശ്ശേരിയിൽ. എന്നിട്ട് അവനെ കത്തിയായിട്ട് പോയി താമരശ്ശേരി സ്റ്റേഷനിൽ. നിങ്ങൾ കേൾക്കണം, കത്തിയായിട്ട്. അപ്പൊ പോലീസ് ചോദിച്ചു, ലൊക്കേഷൻ ചോദിച്ചു. പോലീസ് അടിച്ചു വിട്ട് അവിടെ താമരശ്ശേരി പോലീസ്. മഞ്ഞ ഷർട്ടിട്ട ആള്, ഇവിടെ മഞ്ഞ കുപ്പായക്കാരൻ. അതൊക്കെ ഞാൻ കാണും. പോവാണോ? പൊയ്ക്കോ. അപ്പൊ നോക്ക്, ഇവിടെ ആ കറുപ്പ് ഷർട്ടിട്ടാള് ശ്രദ്ധിച്ചോ, കത്തിയായിട്ട് താമരശ്ശേരി സ്റ്റേഷനിൽ വന്ന് ആ കത്തി രക്തം ഇങ്ങനെ ഉറ്റിച്ചാടുന്നുണ്ട്, ചോര. ആരെ കൊന്നെന്നറിയോ? ഉമ്മനെ കൊന്നിട്ടാ വന്നിരിക്കണേ. ഇപ്പൊ അടുത്ത് 6 മാസം മുമ്പ്. എന്നിട്ട് പോലീസ് ഓടിച്ചെന്നപ്പോ നോക്കുമ്പോണ്ട് ഈ ഉമ്മ നിലത്ത് കിടക്കുക, രക്തത്തിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുക. ആ പോലീസ് ഉദ്യോഗസ്ഥൻ, വനിതാ പോലീസ് ഇങ്ങനെ കോരി എടുത്തു. 35 കിലോ തൂക്കമുള്ള ഉമ്മയ്ക്ക്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കീറി, ഇവിടെ അർബുദത്തിന് സർജറി നടത്തിയിട്ട് മകളുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. 1000 റുപ്യ കൊടുത്തില്ല. തലേന്ന് ചോദിച്ചത് 1.5 പവന്റെ മാല ഉണ്ടായിരുന്നു, കൊണ്ട് പണയപ്പെടുത്തി ചികിത്സിച്ചു. DH സെന്ററിൽ കൊണ്ടുപോയി. ഈ പറയുന്ന രാസലഹരി ഉപയോഗിക്കുന്ന മകൻ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസുകാർ വന്നു, എടുത്തോണ്ട് പോയി. നോക്കുമ്പോൾ ഈ ഉമ്മ കിടന്ന സ്ഥലത്ത് തൊട്ടടുത്ത് കട്ടിലടി വേറൊരു കത്തിയുണ്ട്. അപ്പൊ പോലീസ് ചോദിച്ചു, ഈ കത്തി എന്തിനാ? ആ കത്തി വീട്ടിലെ കത്തിയാ, പക്ഷെ കത്തിക്ക് മൂർച്ചല്ല. ആ കത്തിക്ക് മൂർച്ചല്ല, ഉമ്മയെ കൊല്ലാണ്. അതുകൊണ്ട് അടുത്ത വീട്ടിൽ പോയിട്ട് തേങ്ങ വെട്ടാൻ കത്തി വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടെന്നിട്ട് ഉമ്മയെ വെട്ടിക്കൊന്നത്. എന്നിട്ടോ പോലീസ് നടപടികളൊക്കെ പൂർത്തിയാക്കി FIR തയ്യാറാക്കി വൈദ്യപരിശോധന കഴിഞ്ഞ് ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് വിധേയമായിട്ട് പോലീസ് സംഘം കോഴിക്കോട് സബ് ജയിലിന് മുമ്പിൽ നിൽക്കുമ്പോൾ പത്രക്കാർ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനേയും നീചകൃത്യം ചെയ്തു? ഉത്തരം കിട്ടി. ഉത്തരം എന്താ? ഒരു കൂസലില്ലാതെ അവൻ പറയാണ്, എന്നെപ്പോലൊരു മകനെ ജന്മം കൊടുത്തോണ്ട് ഞാനിട്ട് കൊന്നതാണ്. എന്നെപ്പോലൊരു മകനെ ജനിപ്പിച്ചില്ലേ, അതിന് ഞാൻ കൊന്നു. അല്ലേ? അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ കാലത്തിനകത്ത് അമ്മമാർക്കും ഉപ്പമാർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 74 ഉപ്പമാര് മരിച്ചുപോയി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മക്കളുടെ പ്രഹരത്താൽ. ഈ സാക്ഷര കേരളത്തിൽ മക്കളുടെ മാനസിക പീഡനം, ശാരീരിക പീഡനം, മക്കൾ കിണറ്റി തള്ളിയിട്ടതും വിഷം കൊടുത്തതും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതും തലക്കടിച്ചതും കത്തി കൊണ്ട് വെട്ടിയതും കഴുത്ത് പിടിച്ച് ഞെരിച്ചതും തലകാണ മുഖത്ത് വെച്ച് അമർത്തിയിട്ടും കൈ തല്ലി ഒടിച്ചിട്ടും മാനസികമായിട്ടും വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റിയിട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ പോയി ദീർഘദൂരം ഓടുന്ന ട്രെയിനുകൾക്ക് മുമ്പിൽ ചാടി മരിച്ചതിന്റെ കണക്ക് 16 അച്ഛന്മാർ. അപ്പൊ അങ്ങനെ 74ഓളം ഉപ്പമാരെ ഈ സാക്ഷ്യകാലത്ത് നിന്ന് മക്കള് കൊന്നുകളഞ്ഞു. നോക്കണം. അപ്പം ഇവിടെ ഇരിക്കുന്ന, ഇന്നീ ദേശത്തിരിക്കുന്ന നമുക്കൊക്കെ നാളെ ഗതി വരില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രവചനാതീതമാണ്, പറയാൻ പറ്റൂല. കാര്യം എന്താ? ഈ കൊന്നിരിക്കുന്ന കുട്ടികളൊന്നും അവരുടെ ബാല്യ ശൈശവ കാലഘട്ടങ്ങളിൽ ഏറ്റവും മികച്ച കുട്ടികളായിരുന്നു. പക്ഷെ കാലത്തിന്റെ കുറച്ച് യാത്രകളിൽ അവർ വഴിമാറി സഞ്ചരിച്ചു. കൂട്ടുകെട്ട്, രാസലഹരിയുടെ ഉപയോഗങ്ങള് അവനെ സ്ഥായിയായിട്ടുണ്ടാകുന്ന ചിന്താഗതിയിൽ നിന്ന് മാറ്റി ചിത്തഭ്രമം എന്ന പ്രോസസ്സിംഗിലേക്ക് എത്തിച്ചു. വാട്ട് ഈസ് മീനിങ് ഓഫ് ചിത്തഭ്രമം?
എന്താ ചിത്തഭ്രമം? എന്താ? സ്ഥലകാലബോധം നഷ്ടപ്പെടുക, മാനുഷികപരമായ ചിന്താബോധം നശിച്ചു പോകുക, ദാർശനിക മൂല്യബോധ ചിന്തകൾ അവരിൽ നിന്ന് ചോർന്നു പോകുക, വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുക, സാമൂഹ്യ പ്രതിബദ്ധത നഷ്ടപ്പെടുക, ഗാർഹിക അന്തരീക്ഷം വളരെയധികം വേദനാജനകമാക്കപ്പെടുക, രാത്രിയെ പകലാക്കുക, പകലിനെ രാത്രിയാക്കുക, ശരീരശുദ്ധി നഷ്ടപ്പെടുത്തുക, ഫ്രണ്ട് സർക്കിൾ മൊത്തം നഷ്ടപ്പെടുത്തി സൊസൈറ്റിക്കും നാടിനും വീട്ടാർക്കും ഭാരമായി ജീവിച്ചിരിക്കെ ജീവശവമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ, ലഹരിയുടെ ഉപയോഗം മൂലം ഒരു വ്യക്തിയെ വിശേഷിക്കപ്പെടുന്ന ഒരു കുഞ്ഞു വാക്കാണ് ചിത്തഭ്രമം എന്ന് പറയുന്ന പ്രോസസ്സിങ്. ചിത്തഭ്രമം എന്ന് പറയുന്ന പ്രോസസ്സിങ്. അപ്പൊ അത് ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ലക്ഷക്കണക്കിന്, കുറച്ച് വെള്ളം ഇതിനകത്ത് വെള്ളം എടുക്കും, കട്ടൻ ചായ. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കൗമാരക്കാര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഏറ്റവും വലിയ ട്രെൻഡ് എന്താണെന്നറിയാമോ? ഒരു ട്രെൻഡ് പറഞ്ഞു തരാം. ഈ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നത് പറഞ്ഞുതരാം. ഈ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. മൊബൈൽ ഫോൺ മാറ്റിവെച്ചതിന്, റിമോട്ട് മാറ്റിവെച്ചതിന്, ആ ഡ്രസ്സ് നിട്ട് പോകേണ്ട സ്കൂളിൽ നിന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞതിനൊക്കെ വീട് വിട്ടിറങ്ങിപ്പോയതിന് കേരളത്തിനകത്ത് തൃശ്ശൂരും അതുപോലെ തന്നെ പാലക്കാട്ടും കോട്ടയത്തും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടിയെ കാണാൻ മിസ്സിങ്ങിന് കേസെടുത്തിട്ടുണ്ട്. മിസ്സിങ്ങിന് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരള സംസ്ഥാനത്ത് നിന്നും ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി സൗഹൃദമുണ്ടാക്കി വീട് വിട്ടിറങ്ങിപ്പോയ കുട്ടികളുടെ കണക്ക് 2200 നോക്കണം, 2200. എന്നാൽ അതിനകത്ത് പല കുട്ടികളും ഏകദേശം ഒരു 6 മാസത്തിനുള്ളിലാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത് ഞാൻ ചെയ്തത് തെറ്റായി പോയി, എൻ്റെ ചിന്താഗതി ശരിയല്ല എന്ന് പിന്നെയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി വരുന്ന കുഞ്ഞുങ്ങൾ നോക്കണം. ഇന്നത്തെ കാലത്ത് ഈ ഇൻസ്റ്റഗ്രാം വഴി മക്കളെ, ചെറിയ മക്കളൊക്കെ കേട്ടോ, ഇന്നത്തെ കാലത്ത് ഇപ്പം ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു, അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഫോട്ടോ എടുക്കുക, എൻ്റെ ഫിലിപ്പങ്ങളുടെ ഫോട്ടോ എടുത്തു, ഒരു 10 ഫോട്ടോ എടുത്തു കേട്ടോ, എന്നിട്ട് എനിക്ക് അയച്ചു തന്നു. വാട്സപ്പ് വഴി മജീദ്ക്ക് എനിക്ക് അയച്ചു തന്നു കുട്ടിക്കോ. ഈ 10 ഫോട്ടോയിൽ മജീദ്ക്ക് അയച്ചു തന്ന 10 ഫോട്ടോയിൽ ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന നല്ല ഫോട്ടോ, പെർഫെക്ഷനുള്ള നല്ല ഫോട്ടോ ഒരു 4-5 ഞാൻ എടുക്കുകയുള്ളൂ. ആ 4-5 ഫോട്ടോയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ DP ആക്കും, അല്ലെ വാൾപേപ്പർ ആക്കും. അതായിരിക്കും ഞാൻ കോളി വിളിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന അതേ കാരം അല്ലേ? അതായിരിക്കും നിങ്ങൾ കാണുന്നത്. ക്യാമറയുടെയും ലൈറ്റിൻ്റെയും എൻ്റെ മുഖത്തിൻ്റെ 1000-1 നിമിഷത്തിൻ്റെ പ്രസരിപ്പ് കാണുന്ന ഭാഗം ക്യാമറയുടെ കണ്ണുകളിൽ ഒപ്പിയെടുത്തത് മറ്റുള്ള മനുഷ്യന് തോന്നുന്ന നയനസുഖത്തിന് വേണ്ടി തോന്നിയ ഒരു ചിത്രമാണ്. നിങ്ങൾ എന്നെ വിലയിരുത്തുകയാണ്, ഇതൊരു സ്മാർട്ട് ആളാണ്, ഇതൊരു സ്മാർട്ട് ചെക്കനാണ്, എന്ത് ലുക്ക് അവനെ കാണാൻ അല്ലേ? ഫോണിലൂടെ കണ്ട ഹൃതിക് റോഷനൊക്കെ നേരിട്ട് കണ്ട ദൃഷ്ടിക്ക് ദോഷം വരും അല്ലേ? അങ്ങനെയൊക്കെ അറിയാം ചിലപ്പം. അപ്പോൾ നമ്മൾ കാണുന്ന സകലമാന സോഷ്യൽ മീഡിയയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഒക്കെ പ്രൊഫൈല് ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഫോട്ടോയാണ് അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കണം. അതാണ് നമ്മൾ കാണുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ അത് കണ്ടിട്ട് ആ വ്യക്തിയെ നമ്മൾ വിലയിരുത്താൻ പോകരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിന്, ചെറുപ്പക്കാർക്ക് പറ്റുന്ന അക്കടികൾ ഇന്ന് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന അമ്മമാരൊക്കെ കേട്ടോണം. നിങ്ങൾ അടുക്കളയിൽ ദോശ ചൂടുന്ന സമയത്ത് ഒരു 15 വയസ്സുകാരൻ 13 വയസ്സുകാരൻ പെൺകുട്ടി വീടിൻ്റെ മുറിക്കകത്തിരുന്ന് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങൾ ആ ദോശ തിരിച്ച് മുറി തിണ്ണയിൽ സിറ്റൗട്ടിൽ വരുമ്പോഴത്തേനും ആ മോള് ആ വരുന്ന സമയം കൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡുണ്ട്. വീണ്ടും നിങ്ങൾ പോകുമ്പോൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ചാറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ സംവിധാനം എന്താണെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങളും അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ മാക്സിമം 18 വയസ്സ് പ്രായമാകാതെ ഒരു കുട്ടിക്കും നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 18 വയസ്സ് വരെയുള്ള കുട്ടിയുടെ മൊബൈൽ ഫോണിൻ്റെ സിമ്മിൻ്റെ അതോറിറ്റി ആരാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? നോ ഡൗട്ട് പേരൻ്റാണ്, അച്ഛനും അമ്മയും ഉപ്പയുമ്മയാണ്. നിങ്ങളുടെ പേരിൽ ഒരു സിമ്മ് ഉപയോഗിക്കുക എന്നുള്ളത് ആ ഒരു ഇന്ത്യൻ പൗരൻ്റെ ധാർമ്മികമായ അവനിൽ മാത്രം നിക്ഷിപ്തമായ അവകാശമാണ്. കാര്യം ഇതൊരു പബ്ലിക് റൈറ്റാണ്, ഇതൊരു വിവരാവകാശ നിയമപ്രകാരമുള്ള അവനുള്ള പ്രൈവസിയാണ്. ആ പ്രൈവസി നിങ്ങളുടെ 6-ാം വയസ്സുള്ള കുട്ടിക്ക് എടുത്ത് കൊടുത്ത് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് അവൻ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത പുതിയ നിയമം അപ്ഡേറ്റ് ചെയ്തിട്ട് അവൻ ആരെങ്കിലും ഫോൺ ചെയ്ത് കുട്ടിയെ മിസ്യൂസ് ചെയ്താൽ, കുട്ടിയെ ദുരുപയോഗം ചെയ്താൽ
ഈ ആക്ട് ഉമ്മയായ ഉമ്മമാരെ ഇങ്ങക്കും വരും. നിങ്ങൾ ജയിലിൽ പോവും, നിങ്ങൾ ജയിലിൽ പോവും, സംശയമൊന്നുമില്ല കേട്ടോ. നിയമം വന്നു. അതുകൊണ്ട് പെൺകുട്ടി, നിങ്ങളെ വീട്ടിലെ കുട്ടി, ആൺകുട്ടി ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ലഹരി സാധനം വേണമെന്ന് പറഞ്ഞു 16 വയസ്സുകാരൻ ലഹരി കൊണ്ട് കൊടുത്തു. ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചത് ആരുടെ വഴിയാണ് നോക്കുമ്പോൾ അത് സുബൈദ KT കണ്ടംകുളത്ത് ഹൗസ് ഇന്ന സ്ഥലം, സുബൈദ ഒന്ന് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയും, ഇവിടെ നൊപ്പിടാൻ പറയും, ഇരിക്കാൻ പറയും. അപ്പം തന്നെ ആകെ വേർത്ത് പരവശമായി ബോധം പോടും, വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ ജാമ്യം എടുക്കാൻ വേറെ ആൾക്കാർ വരണം. കോടതി കയറിയിട്ട് നടുത്ത് മടുക്കും കോടതി കയറിയിട്ട്. അപ്പം കാര്യം എന്താ? എനിക്ക് അറിയില്ലേന്ന് സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അറിയുക, 18 വയസ്സായ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ അനുവാദമില്ല. കൊടുക്കാം, നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അവന് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊടുക്കാം. അതിന് സ്ക്രീൻ ടൈം ഒരു നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം, 1 hour. അതിന് മുകളിലോട്ട് നിങ്ങളെ കുട്ടി ഫോൺ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, പേപ്പറിനകത്ത് എഴുതി വെച്ചോളൂ. നിങ്ങൾ അറിയാത്ത ചില സങ്കടങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് എഴുതി വെച്ചോളൂ.